അത് ഞാൻ എന്താ പരസ്യമായിട്ട് പറയുകയാണ്. അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുത്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അവർ അതിജീവിത അല്ലാതെ ഞാൻ പറയുന്നു, അവർ പരാതിക്കാരിയാണ്. വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ ജോലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നായികയാക്കുകയാണെങ്കിൽ അത് പീഡനമാകില്ല. അത് വാഗ്ദാന ലംഘനം നടത്തുമ്പോൾ മാത്രം അതിനെ പീഡനം എന്ന് വിളിക്കുന്നു. അത് വിശ്വാസ വഞ്ചനയാണ്. സത്യം പറഞ്ഞാൽ ആ സെക്ഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. പണവും പ്രശസ്തിയും ബുദ്ധിയും കുറച്ച് സൗന്ദര്യവും മാത്രമുള്ള പുരുഷന്മാരെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഒരു സ്ത്രീക്ക് അവരുടെ ശരീരം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആയിട്ടാണ് ഞാൻ അതിനെ. ഇത്തരത്തിൽ മീഡിയാസിനെ ഞങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് വാദിക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാഠ്യം പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടോ? ശ്രീനാദേവി കുഞ്ഞമ്മ പോലും പറഞ്ഞപ്പോൾ ഇന്ന ചാനൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രസ്തുത ചാനൽ വ്യാജ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വരുമ്പോൾ തന്നെ ഏത് ചാനലാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിലും വലിയൊരു തിരിച്ചടി മാധ്യമരംഗത്ത് അവർക്ക് കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഏച്ചവ അല്ലെ, ഒരു അടൽച്ചൊള്ളി വന്നാൽ മാത്രമേ പ്രേക്ഷകരെ കിട്ടൂന്ന് വിചാരിക്കുന്ന 2-3 ചാനലുകളാണ് ഇവരൊക്കെ. അല്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രസ്തുത ചാനൽ ഇരകളെ തിരക്കി നടന്നൊരു കഥ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ അതിജീവിത എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് സാറ് പറയുന്നു. അത് നിയമപ്രകാരം അത് തെറ്റാണ്. പരാതിക്കാരി എന്ന് മാത്രം പറയണം എന്ന് പറയുന്നു. പക്ഷെ അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു കേസ് തന്നെ അപ്പോ പിന്നെ നിലനിൽക്കുമോ? ഇപ്പോ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറയുന്ന കേസ് അല്ലെങ്കിൽ പോലും നിലനിൽക്കില്ല. അവർ അതിജീവിത ആയിരുന്നുവെങ്കിൽ പോലും ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഒരു പരാമർശവും അപമാനിക്കുന്ന രീതിയിലില്ല. ഈ ഒരു വ്യക്തിയുടെ വിവാഹം കഴിച്ച ഒരു വ്യക്തി ഒരു അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടതിന്റെ ധാർമ്മികത അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിപ്പോ അതിജീവിത തന്നെ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പരാതിക്കാരി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ വേറെ ഒരു പുരുഷന്റെ ഭാര്യയായിരിക്കുമ്പോൾ ഞാൻ ഈ വ്യക്തിയെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവരെഴുതിയിരിക്കുന്നതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്തു അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അതിന്റെ ധാർമ്മികത അതിലുപരി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭർത്താവ് തന്നെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണെന്ന്. അത് വളരെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന, ഒരു പുരുഷ സമൂഹത്തിൽ വളരെ ഞെട്ടലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ കേട്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നിർത്തിയ സ്ഥലത്തു നിന്ന് പറയട്ടെ. അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഞാൻ പറഞ്ഞതുപോലെ ഒരു വിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീ പരപുരുഷനുമായി ബന്ധപ്പെട്ടതിന്റെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്തത്. അത് ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് ചോദ്യം ചെയ്യാണ്. അവര് വേണമെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തോട്ടെ. ഞാൻ പരസ്യമായിട്ട് ഞാനും അത് നമ്മളുടെ സമൂഹത്തിൽ അത് അൺഅക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ സമൂഹത്തിന്റെ നീതിബോധത്തിനും മോറൽ സ്റ്റാൻഡേർഡ്സിനും ഒരാളുടെ ഭാര്യയായിരിക്കുമ്പോൾ വേറെ ഒരാളുമായി ബന്ധപ്പെടുന്നതും അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ. അതേതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതും അൺഅക്സെപ്റ്റബിൾ ആണ്. നിയമപരമായി തെറ്റൊന്നുമില്ലെങ്കിലും ധാർമ്മികമായി അൺഅക്സെപ്റ്റബിൾ ആണ്. അത് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുത്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അവർ അതിജീവിത അല്ലാതെ ഞാൻ പറയുന്നു, അവർ പരാതിക്കാരിയാണ്. അതിജീവിതയാണെന്ന് കോടതി അവർക്ക് അനുകൂലമായി ഒരു തീരുമാനമെടുത്താൽ അവർ അതിജീവിതയാകും. അല്ലാന്നുണ്ടെങ്കിൽ അവർ വെറും പരാതിക്കാരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്യൂസ്ഡ് എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കെയുള്ളൂ. കുറ്റവാളി എന്ന് പോലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവിടെ മാം ഇവിടെ മാം ആദ്യം പറഞ്ഞൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇവിടെ പീഡനം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ സ്വന്തം സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിനെ പീഡനമാക്കി മാറ്റുന്നത്, ഇതൊക്കെ ഓരോ വാഗ്ദാനങ്ങളുടെ പുറത്താണല്ലോ മാം നടക്കുന്നത്. അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന വാഗ്ദാനം, അല്ലെങ്കിൽ സിനിമ നായികയാക്കാമെന്ന് പറയുന്ന വാഗ്ദാനം, ജോലി കൊടുക്കാമെന്ന് പറയുന്ന വാഗ്ദാനം, അങ്ങനെ നടത്തി പറ്റിച്ചു എന്നുള്ളൊരു ടേം അതെങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഒരു വാഗ്ദാനം അത് മീൻസ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ ജോലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നായികയാക്കുകയാണെങ്കിൽ അത് പീഡനമാകില്ല. അത് വാഗ്ദാന ലംഘനം നടത്തുമ്പോൾ മാത്രം അതിനെ പീഡനം എന്ന് വിളിക്കുന്നു. അത് പീഡനമാണോ, അത് വിശ്വാസവഞ്ചനയാണോ?
അത് വിശ്വാസവഞ്ചനയാണ്. സത്യം പറഞ്ഞാൽ ആ സെക്ഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. കാരണം ആ സെക്ഷൻ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടെ ശരീരം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. റൈറ്റ്. അതെ. ഒരു സ്ത്രീക്ക് ഞാനിപ്പോ വലിയ ഒരു ഹൈ മോറൽ ഗ്രൗണ്ട് ഒന്നും എടുക്കുകയല്ല. പക്ഷെ ആ സെക്ഷൻ വെച്ചിട്ട് ഒരു പുരുഷനെ പീനലൈസ് ചെയ്യുകയാണെങ്കിൽ, വാഗ്ദാനം തന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഐശ്വര്യ ചോദിച്ചതുപോലെ വാഗ്ദാനം നടത്തി കൊടുത്താൽ ഓക്കെ, സിനിമയിൽ റോള് കൊടുത്തു, എല്ലാത്തിലും വേറെ എന്തെങ്കിലും സാധിച്ചു കൊടുത്തു എങ്കിൽ then it's okay, it's not rape. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്നെ വഞ്ചിച്ചതിന് 10 വർഷം ഞാൻ ജയിലിൽ പോകണം എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ആ സെക്ഷൻ എടുത്ത് കളയേണ്ടതാണ്. അതെ, കാരണം അങ്ങനത്തെ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണത്തിന്റെ ആവശ്യം പാടില്ല. സ്ത്രീകൾ പലപ്പോഴും ഈ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. പോക്സോ കേസ് പോലും ദുരുപയോഗപ്പെടുത്തുന്നു. അത് കോടതികൾ അതിനെക്കുറിച്ച് വളരെയധികം അവെയറുമാണ്. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ വരുമ്പോൾ കോടതികൾ അത് തള്ളിക്കളയുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നത്. ഒരു കേസ് ഞാൻ ഓർക്കുന്നില്ല ഏത് സ്റ്റേറ്റിലാണെന്ന്, ഗുജറാത്തിലോ യുപിയിലോ എവിടെയാണ്, ഒരു സ്റ്റേറ്റില് ഇതുപോലെ ഒരു പെൺകുട്ടി ഒരാളെ ജയിലിൽ എത്ര നാള് കിടത്തി, അത്രയും ദിവസം ആ പെൺകുട്ടിയെ കോടതി ജയിലിൽ കിടത്തി. ഞാൻ ആ ഓർക്കുന്നു. കേസ് നമുക്ക് ഇതുപോലൊരു അങ്ങനെ ഒരു വകുപ്പുണ്ടോ? കേസ് അല്ലെങ്കിൽ ഒരു നിയമ സാധുതയുണ്ടോ? ഇപ്പൊ കള്ളക്കേസ് കൊടുത്തു, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഐശ്വര്യ അതിന് വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞതിനോട് തന്നെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയൂ മാം. കണക്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, സാറ് പറഞ്ഞ അല്ലെങ്കിൽ ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയ ഈ സംഭവം ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. പണവും പ്രശസ്തിയും ബുദ്ധിയും കുറച്ച് സൗന്ദര്യവും മാത്രമുള്ള പുരുഷന്മാരെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. നിങ്ങൾ അതെ, ശ്രദ്ധിച്ചു നോക്കിക്കേ. തീർച്ചയായിട്ടും. അല്ലാതെ ഇച്ചിരി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അതെ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ആവട്ടെ, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഇതൊക്കെ പണവും പ്രശസ്തിയുമുള്ള പുരുഷന്മാരെ മാത്രം തേടിപ്പിടിച്ച് വരുന്നൊരു വള്ളിക്കെട്ടാണെന്ന് വേണേൽ പറയാം നമുക്കിതിനെ. ഇത് അതിജീവിതയെ അപമാനിക്കൽ എന്നുള്ള രീതിയിലേക്ക് പോവുകയല്ല. പക്ഷെ പേഴ്സണലി എനിക്കും തോന്നിയിട്ടുള്ളത്, ഇക്കൂട്ടത്തിൽ ആരാണ് ഈ പീഡനം എന്ന വാക്ക് യൂസ് ചെയ്യാനായിട്ട് അർഹരായിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഈ 3 പരാതിക്കാരും സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം വാഗ്ദാനങ്ങളിൽ വീണവരാണ്. അവർ വിശ്വാസവഞ്ചനയ്ക്ക് ഇരയായി എന്ന് പറഞ്ഞിട്ടൊരു കേസാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചേനെ. അല്ലാണ്ട് പീഡനം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ എത്ര കുഞ്ഞുങ്ങളാണ് ഒന്നും മനസ്സിലാവാത്ത പ്രായത്തിൽ. പക്ഷെ ഇവരൊക്കെ സാറ് പറഞ്ഞതുപോലെ മെച്ചുവേർഡ് ആയിട്ടുള്ള ലേഡീസ് ആണ്. അവർക്കറിയാം അവരുടെ നീഡ്സ് എന്താണ് എന്നുള്ളത്. ഇതിലെ അവരുടെ ഒന്നും അറിയാത്ത കുഞ്ഞു വാവകളൊന്നും അല്ല ഇവരാരും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ തീർച്ചയായും. കേസിന്റെ ഒരു രീതി തന്നെ മാറ്റിയിട്ട് ഉറപ്പായിട്ടും കോടതി ഇടപെട്ടുകൊണ്ട് ഈ ഒരു വകുപ്പ് തന്നെ എടുത്ത് കളയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാറ് പറഞ്ഞതുപോലെ വ്യാജ പരാതി ഈ കേസിൽ അതിജീവിതയായ ഒരു പക്ഷെ ഞാനായിരിക്കും എന്നാ തോന്നുന്നത്. കാരണം ഏതു നേരവും പീഡിപ്പിക്കപ്പെടുന്ന, മീഡിയ ആയാലും പീഡിപ്പിക്കപ്പെടുന്ന, ഈ ഇടതുപക്ഷ സർക്കാരിന്റെ വിവിധ ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അതിജീവിതയാണ് ഞാനെന്ന് വേണേ പറയാം. തീർച്ചയായിട്ടും മാം. ഇപ്രാവശ്യം മാമിന് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ മീഡിയാസിന് ഒരിക്കലും സാർ, അതൊരു എൻ്റെ ഒരു സംശയം കൂടിയാണ്. ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ മീഡിയാസിനെ ഞങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് വാദിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാഠ്യം പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടോ? ഇപ്പൊ മാം പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിനോടും കൈരളിയോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ കൈരളിയിലെ മാധ്യമപ്രവർത്തകരാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചേ പറ്റൂ എന്നവർ ശഠിക്കുന്നുണ്ട്. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു അതിർവരമ്പ് എവിടെ വരെയാണുള്ളത്? അവരോട് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു കാര്യമുണ്ടോ അവിടെ? പറഞ്ഞേ പറ്റൂ എന്ന് മാധ്യമങ്ങൾക്ക് നിർബന്ധം പിടിക്കാനൊന്നും ഒക്കില്ല. ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. അവിടെ ഇവരെ തടഞ്ഞു വെക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും. പക്ഷെ ആ പറയൂ സർ. വിഷ്വൽസിൽ തടഞ്ഞു വെക്കുകയാണ്. അവരുടെ ഫ്രീ മൂവ്മെന്റിനെ അവിടെ തടയുകയാണ്. ഫ്രീ മൂവ്മെന്റിനെ റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആകുകയാണ്. അതൊരു BNS ഒഫൻസ് ആണ് 126. പിന്നെ നിത്യേന കൈരളി ഇവരെ പിന്തുടർന്നോ അല്ലെങ്കിൽ വേറൊരു ചാനലിലോ പിന്തുടർന്ന് ഇങ്ങനെ ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോക്കിങ്ങും കൂടെ ആകും. BNS 78 വരും.
ഓക്കെ. അതെല്ലാം ക്രിമിനൽ ഒഫൻസുകളാണ്. മാധ്യമങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേസമയം ഈ കേരള ഹൗസ് പോലത്തെ ഒരു പബ്ലിക് സ്പേസിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിന് റിക്വസ്റ്റ് ചെയ്യാനേ ഒക്കുള്ളൂ എന്റെ വീഡിയോ എടുക്കരുത്. നിയമപരമായിട്ട് നമ്മൾ ആരെങ്കിലും പോയാൽ ആർക്ക് വേണോ അവിടെ വീഡിയോ ഒക്കെ എടുക്കാം. അതൊരു പ്രൈവറ്റ് സ്പേസ് അല്ല. പക്ഷേ അവരെ പിന്തുടർന്ന് അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ശല്യപ്പെടുത്തിയാൽ അത് തീർച്ചയായിട്ടും അവരെ പ്രൊവോക്ക് കൂടെ ചെയ്യുക. വേറെ ഓക്കെ. സെക്ഷൻസും ഉണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പൊ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നേരത്തെ ചോദിച്ചതിന് ഇത്തരം വ്യാജ പരാതിക്കാർക്കെതിരെ നിയമത്തിൽ കർശനമായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം നോൺ കൊഗ്നൈസബിൾ ഒഫൻസുകളാണ്. അത് ഓക്കെ. കൊഗ്നൈസബിൾ ആക്കേണ്ടതാണ്. പ്രധാനമന്ത്രിക്ക് ഞാൻ തന്നെ ഒരു സംഘടനയ്ക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ കൊടുത്ത ഒരു നിവേദനവും ഉണ്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ. കാരണം ഇതൊന്നും പോലീസിന് സ്വമേധ എടുക്കാറില്ല, കോടതി പറഞ്ഞു. ഇതെല്ലാം നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് കൊഗ്നൈസബിൾ ഒഫൻസ് ആക്കണമെന്ന് ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു മെമ്മറാൻഡം ഒരു സംഘടന പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ പോലീസിന് കേസ് എടുക്കാൻ ഒക്കില്ല. കോടതികൾ ചില കേസുകളിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് താല്പര്യവും കാണിക്കുന്നില്ല. എനിക്കറിയാവുന്ന കേരളത്തിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ്, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസിനെതിരെ ഇതുപോലെ ഒരു കേസ് വന്നിട്ട് ആ കോടതി ഉത്തരവിൽ ഹി ഹാസ് ബീൻ വിക്ടിമൈസ്ഡ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പരാതിക്കാരിയുടെ പരാതി തള്ളിയിട്ട് കോടതി വളരെ വ്യക്തമായിട്ട് ആ ജഡ്ജ്മെന്റിൽ ദി അക്യൂസ് ഹാസ് ബീൻ വിക്ടിമൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ പരാതിക്കാരി വ്യാജ പരാതിക്കാരിക്കെതിരെ നടപടി എടുക്കണമെന്ന്. പക്ഷെ കോടതി അത് എന്തുകൊണ്ടോ എന്റർടൈൻ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോൾ നിയമപരമായിട്ട് നമ്മൾക്ക് വകുപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് വകുപ്പാണ് നമുക്ക് ഇതിൽ അഫക്ട് ചെയ്യുക? വ്യാജ നിയമ പരാതിക്കാർക്കെതിരെ വ്യാജ പരാതിക്കാർക്കെതിരെ KP ആക്ടിൽ 117D ഉണ്ട്. 117B. പോലീസ് ഓഫീസറുടെ അടുത്ത് അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഓക്കെ. പോലീസിന് ആ വകുപ്പ് ചാർത്തി പോലീസ് പല കേസുകളും എടുത്തിട്ടുണ്ട് 117D. പക്ഷെ അതിന്റെ കൂടെ തന്നെ പോലീസിന് നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള 227ഉം 228ഉം ആഡ് ചെയ്യാം BNS. ഓക്കെ. തീർച്ചയായിട്ടും മാമിനോട് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. അന്നത്തെ ദിവസം അവിടെ നടന്നത്, ഇപ്പൊ പരാതിക്കാരി വീണ്ടും പറയുന്നത് അവര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അന്നത്തെ ദിവസം മാം ഈ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകരുടെ നേരെ കയ്യേറ്റ ശ്രമം നടത്തി എന്ന രീതിയിലും KUWJ മുന്നോട്ട് പോകുന്നുണ്ട്. ശരിക്കും ആ വിഷ്വൽ കണ്ട എനിക്കുൾപ്പെടെ, ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, എനിക്ക് എന്തായാലും പേഴ്സണലി തോന്നിയത് കൃത്യമായിട്ടും ഒരു ലേഡി എന്നുള്ളൊരു ഇത് പോലും തരാതെ, പരിഗണന പോലും തരാതെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയാണ് തോന്നിയത്. മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ രീതിയിൽ എനിക്ക് പറ്റുന്നില്ല. അന്നത്തെ ദിവസം കണ്ടത് ഒരു സ്ത്രീ എന്ന പരിഗണന, സ്ത്രീ അല്ല ഏത് പരിഗണനയാണെങ്കിലും ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അന്നത്തെ ദിവസം ചെയ്തത്. പക്ഷെ മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, അത്തരത്തിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? മൈക്ക് പിടിച്ചു വാങ്ങാനല്ല, എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ മൈക്കുകളെല്ലാം കണ്ടപ്പോ ഈ ചെന്നായ്ക്കളെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ആരോട് എന്താ പറയണ്ടേന്ന്. കാരണം ഈ കുട്ടി എന്നെ അഗെയിൻ ആൻഡ് അഗെയിൻ ഷി വാസ് ട്രൈങ് ടു ഡിഫാം അല്ലെങ്കിൽ അത് ഹരാസ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിക്കുന്നു, കൊച്ചെ നീ എന്താ പറയണേ? അപ്പൊ ഇതിനെല്ലാം ഈ കൈരളിയിലെ ആ കുട്ടി പറയുന്ന സമയത്തെല്ലാം ഇപ്പുറത്ത് നിന്ന് റിപ്പോർട്ടറിലെ ആ പയ്യൻ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യാണ്. ടോർച്ചർ എന്നല്ല, ഇല്ല അത് കൊടുക്കണം എന്ന് സംസാരിച്ചില്ലെന്നാ. നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ വേറെ ആരോട് സംസാരിക്കണം? നിങ്ങൾ അങ്ങനെ, എനിക്കറിയില്ല എന്താ ഞാൻ പറയണ്ടേന്ന്. പക്ഷെ എനിക്ക് കാരണം ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ തുടക്കം മുതലേ, കാരണം കുറച്ച് എന്താ ഞാൻ ഇപ്പൊ എന്തേലും പറഞ്ഞാൽ അത് വേറായി പോകുന്നൊരു പേടിയാ. ആ ഒരു ഏച്ചവ അല്ലെ, ഒരു അഡൽസൊള്ളി വന്നാൽ മാത്രമേ പ്രേക്ഷകരെ കിട്ടൂ എന്ന് വിചാരിക്കുന്ന 2-3 ചാനലുകളാണ് ഇവരൊക്കെ. അല്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രസ്തുത ചാനൽ ഇരകളെ തിരക്കി നടന്നൊരു കഥ കൂടി ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും പറഞ്ഞ ശ്രീനാദേവി കുഞ്ഞമ്മയെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് അതിജീവിതയാകാവോ, ഞങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ചരിത്രം വരെ നമ്മൾ, പക്ഷെ അതെല്ലാം മൂടപ്പെട്ടു, അതെല്ലാം മുന്നോട്ട് വന്നില്ല.
അപ്പൊ ഇതിനകത്ത് ഇവർ എന്തേലും പറയുന്നതിനകത്ത് ഒരു സ്ത്രീയെയോ പുരുഷനെയോ അല്ലെങ്കിൽ ഒരു കാര്യമോ കാരണമോ സഹിതം ഇവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ അകത്തും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരു ഏച്ചവയുണ്ടാവും ഇവർക്ക്. അതില്ലാതെ ഇവർക്ക് ചാനൽ ഇല്ല, അതില്ലാതെ ഇവർക്ക് പ്രേക്ഷകരില്ല, അതില്ലാതെ ഇവർക്ക് സമ്പാദ്യവും ഇല്ല. അപ്പൊ അതെ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തില് ഞാൻ ശരിയാണ്, ആ ചാനലില് എല്ലാം ഒരുപോലെ ഇരുന്നു മൈക്കുകള്. അപ്പൊ ഇത് ആരുടെ ചാനലാണ് ഇത് എന്ന് നോക്കാൻ ഞാൻ മൈക്ക് നോക്കിയിട്ട് ഞാൻ മൈക്ക് മാറ്റിക്കളഞ്ഞു. അത് കൈരളിയുടെയും റിപ്പോർട്ടറിന്റെയും ചാനലിന്റെ മൈക്ക് ഞാൻ തട്ടിക്കളയുക. ആരുടെയും മേത്ത് ഞാൻ തൊടുവോ അല്ലെങ്കിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അത്രയ്ക്കൊക്കെ വിവരമുണ്ട്. ആ മൈക്ക് ഞാൻ തട്ടി മാറ്റി, എന്റെ മുഖത്തേക്ക് കൊണ്ടുവന്ന മൈക്ക് ഞാൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ അതെന്നെ മനഃപൂർവ്വം നിങ്ങൾക്ക് ആ വിഷ്വൽസിൽ കാണാം, ആ സ്ത്രീ അല്ല. എന്റെ അതെ, അതെ. മുന്നിലേക്ക് എപ്പോഴും മൈക്കുമായിട്ട് വരുന്നു, ഒപ്പം റിപ്പോർട്ടറിന് ഒരു മൈക്കും നീണ്ടു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും അത് ഇവിടെ കൈകൊണ്ട് ഞാനിങ്ങനെ വളരെ സൗമ്യ മനസ്സോടെ തന്നെ കൈകൊണ്ട് തട്ടിക്കളയുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അല്ലാതെ പിന്നെയാണ് ഞാൻ കാണുന്നത് ഈ ഒരു സംഘടന അവരെ ഉപദ്രവിച്ചു, അതിന്റെ എല്ലാം പിന്നിൽ ഈ മെസ്സേജുകളെല്ലാം പോകുന്ന ഒരു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ ഓ, സുഭാഷ് ചന്ദ്രനാണ് ആ ഗ്രൂപ്പുകളിൽ ഒരു മീഡിയ ഗ്രൂപ്പില് ഈ മെസ്സേജുകളെല്ലാം സ്പ്രെഡ് ഔട്ട് ചെയ്തതും എല്ലാം അദ്ദേഹമാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇന്നലെ കണ്ടു, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, ED വന്നതുപോലെ കേറി തിരിച്ചു പോവരുത്, പോകരുത്. സഖാക്കളെ നമുക്ക് പിണറായി വിജയന് പുതിയ വീട് പണിത് കൊടുക്കാമെന്നൊക്കെ ഒരു അഭിഭാഷകൻ ഇരുന്ന് പബ്ലിക്കായിട്ട് ഒരു വലിയ കലാപാഹ്വാനം. ഒരു കലാപത്തിനുള്ള കാഹളധ്വനി മുഴക്കുന്നതും അദ്ദേഹത്തെ ഒന്നോ രണ്ടോ ചാനലൊക്കെ സ്പോട്ട് ചെയ്തതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോ അതെ. ഇത് മനഃപൂർവ്വം എന്നെ, കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 2018 മുതൽ ഞാൻ ഈ ഒരു പീഡനം അനുഭവിക്കുന്ന ഒരാളാണ്. വളരെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ചാനലുകളൊക്കെ ഇയാൾ ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. പേപ്പറുകളിലൊക്കെ മനോഹരമായിട്ടാണ് എന്നെക്കുറിച്ച് ഇതുണ്ടാക്കണേ. ഇനി എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. നിമിഷപ്രിയ കേസില് ഞാൻ അതിനൊരു ആക്ഷൻ കൗൺസിലിന്റെ വൈസ് ചെയർ ആയിരുന്നു. ഇദ്ദേഹം വെറും ഒരു മെമ്പർ മാത്രമായിരുന്നു അതില്. അപ്പൊ എന്നോടാണ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് കോടതിയെ സമീപിക്കാൻ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഡ്രാഫ്റ്റും ഒക്കെ ആയിട്ട് അദ്ദേഹം കോടതിയിൽ പോയി. ഞാൻ ആ കോടതിയിൽ എല്ലാ ഹിയറിങ്ങിനും ഞാൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഒരു പ്രാവശ്യം കോടതി ഗെറ്റ് ഔട്ട് അടിക്കുന്ന സമയത്തും ഞാനുണ്ട്. ഇയാൾ അപ്പോളജി പറഞ്ഞ കോടതി നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ. പക്ഷെ ഒരിക്കലും എന്റെ പേര് അപ്പിയറൻസിൽ മാർക്ക് ആയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ നമ്മൾ പേരിന് വേണ്ടിയിട്ടല്ല പോയെന്നുള്ളതാണ് വേറൊരു സത്യം. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും. ഫണ്ടിന്റെ കാര്യത്തില് എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൽ ഒരു 70,000 റുപ്പീസ് നമ്മൾ കളക്ട് ചെയ്ത് സേവ് നിമിഷപ്രിയയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന 3 പേരാണ് അല്ലെങ്കിൽ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട 3 പേരാണ് ഈ അക്കൗണ്ടിന്റെ സൈനിങ് അതോറിറ്റീസ്. ഒന്ന്, നമ്മളെല്ലാരും അറിയും, കൈരളി ചാനലിന്റെ ഡയറക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം, മൂസ മാസ്റ്റർ. 2, നമ്മുടെ നെന്മാറ MLA ആയിരുന്ന ബാബു. 3, കോഴിക്കോട് ഒരു പത്ര വിതരണമൊക്കെ നടത്തുന്ന ഒരു കുഞ്ഞഹമ്മദ്. ഇവര് 3 പേരാണ് എന്റെ സൈനിങ് അതോറിറ്റി. എന്നിട്ട് ഇവര് പ്രചരിപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, അഡ്വക്കേറ്റ് സുഭാഷ് അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത് ഞാൻ പൈസ വെട്ടിമാറ്റി എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു എന്നൊക്കെയാണ്. അപ്പൊ ആർക്ക് വേണേലും ആരെ വേണേലും എന്റെ അക്കൗണ്ട് പരിശോധിക്കാൻ പറഞ്ഞു വിടാവുന്നതാണ്. അതിൽ 1 രൂപയെങ്കിലും ഈ പറയുന്ന നിമിഷപ്രിയ ഫണ്ടിൽ നിന്നാണ്, അല്ലെ അതിലേക്ക് ശേഖരിക്കപ്പെട്ട പൈസ എന്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് എടുത്തോണ്ട് പോകാവുന്നതാണ്. എന്റെ പലിശ കൂട്ടി കേട്ടോ, ചുമ്മാ എടുക്കണ്ട, പലിശയും കൂടെ കൂട്ടി ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഉറപ്പായിട്ടും. അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിൽ അഡ്വക്കേറ്റ് സുഭാഷ് ആയിരുന്നു ഏറ്റവും മുന്നിൽ നിന്നത്. ഇപ്പോഴും അത് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എനിക്കതുകൊണ്ട് സന്തോഷമുള്ളൂ. കാരണം കുറച്ചുകൂടെയൊക്കെ ആളുകളിലേക്ക് എത്താനായിട്ട്, എന്റെ റീച്ച് കൂട്ടാനായിട്ട് അദ്ദേഹം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ തന്നെ ഇതിന് മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വർഷക്കാലമായെന്ന് തോന്നുന്നു, മോഹൻലാൽ എന്ന് പറയുന്ന പ്രമുഖ നടന്റെ നേരെ ഇതുപോലെ തന്നെ മൈക്ക് നീട്ടി അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് സ്നേഹത്തോടു കൂടി ഇതുപോലെ പറയുന്നതും അതിനുശേഷം മോഹൻലാലിന് കിട്ടിയ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോഹൻലാലിന് നേരെ മൈക്ക് നീട്ടി അത് കണ്ണിൽ കൊണ്ടപ്പോൾ സപ്പോർട്ട് ചെയ്ത അതേ ആളുകൾ തന്നെയാണ് ഒരു വനിതയ്ക്ക്, ഒരു ലേഡിക്ക് നേരെ വളഞ്ഞിട്ട് മൈക്ക് കുത്തി മുഖത്തേക്ക് കൊണ്ടു ചെല്ലുന്നത്. പക്ഷെ അവരത് തള്ളി മാറ്റിയപ്പോൾ മാത്രം ഇത് വലിയൊരു ഇഷ്യൂ ആയി. മോഹൻലാൽ അത് സ്നേഹപുരസ്സരം തള്ളി എന്നുള്ളൊരു ഹെഡ്ലൈൻ വാർത്തയുമായി. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഒരു വാർത്തയെ രണ്ടാക്കി മാറ്റാം. അവിടെ മോഹൻലാൽ ആയിരുന്നപ്പോൾ ആഹായായിരുന്നു, ഇവിടെ ദീപ ജോസഫ് വന്നപ്പോൾ ഓഹോയാണെന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് കൃത്യമായിട്ടും ഇത് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റം ശരിക്കും ഒരു കടിഞ്ഞാണിടേണ്ട അവസ്ഥ കഴിഞ്ഞു എന്ന് തോന്നുന്നു.
ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. പോലെ സുപ്രീം കോടതിയെ ഞാൻ സമീപിച്ചത് ഈ 2 കാര്യങ്ങൾക്കായിരുന്നു. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷെ കാരണം അത് എനിക്ക് മാധ്യമങ്ങൾ പ്രോപ്പർ റിപ്പോർട്ട് ആയിട്ട് ചെയ്തപ്പോ വേറെയാണ് പുറത്തു വന്നത്. സത്യം എന്നും അല്ലെ, സത്യം ചെരിപ്പിട്ട് അല്ല അങ്ങനെയല്ല, സത്യം സത്യം ചെരിപ്പിട്ട് ചെരിപ്പിടുമ്പോഴത്തേനും വരുമ്പോഴേക്കും കള്ളം ലോകം ഭൂമി ചുറ്റും. മുഴുവൻ ലോകം ചുറ്റി വരുമെന്ന്. അത് തന്നെ. അതെ, ഈ പ്രസ്തുത ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റ് വ്യാജ വാർത്തകളിൽ പ്രശസ്തമാണ് ഈ ചാനല്. ഇപ്പോ കൈരളിയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇപ്പൊ ജനൻ ടി വി ആണെങ്കിലും അവർക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. പക്ഷെ റിപ്പോർട്ടർ നിഷ്പക്ഷം എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ നിഷ്പക്ഷത ഏത് പക്ഷത്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും കെ രമ എന്ന് പക്ഷെ പറയുന്ന അവർക്ക് എക്സ്പ്രഷനുടെ അർത്ഥം അറിയത്തില്ലാഞ്ഞിട്ടായിരിക്കും ഐശ്വര്യ. അല്ലെ, അവര് സത്യമായിട്ടും നമ്മളെ അവരുടെ പഠിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ നിഘണ്ടു വേറെയായിരിക്കും. നമുക്കറിയാത്ത ഒരു പുതിയ നിഘണ്ടു അവർ ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കഴിഞ്ഞ ദിവസം കെ രമ MLA-ക്കെതിരെയും അവര് TP ചന്ദ്രശേഖരൻ, കെ രമ ഇതിനെ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു. അത് അവര് കൃത്യമായിട്ട് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടും വ്യാജ പരാതിക്കെതിരെ പരാതി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ MLA പോലും തയ്യാറായിട്ടില്ല. പക്ഷെ ആ സ്ഥാനത്താണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇത്രയും ധൈര്യം സമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ട കാര്യം തന്നെയാണ്. ഇത്തരം വ്യാജ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതിന് എതിരെ ഒരു പരാതി അല്ലെങ്കിൽ റിട്ടുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അതിന് കൃത്യമായിട്ടും ജയചന്ദ്രൻ സാറിനെ പോലെയുള്ള ആളുകളുടെ ഹെൽപ്പ് കൂടി നമുക്ക് ആവശ്യമാണ് അതിൽ. ഉറപ്പായിട്ടും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഒരു വിയോജിപ്പ് കൈരളിയോടും ന്യൂസ് 24നോടും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിനോടും ഞാൻ എന്റെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച സമയത്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് അവരെല്ലാവരും എനിക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഉത്തേജനവും എനിക്കൊരു പ്രോത്സാഹനവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന സമയത്താണ്. കാരണം ഞാൻ പ്രതികരിച്ചിട്ടും ഒരു സത്യത്തിന് കൂട്ടു നിന്നിട്ടും ഞാൻ ശിക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായ സമയത്താണ് ഈ ഇത്രയും നാടിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രസ്തുത ചാനലിനുള്ള അവരുടെ വിയോജിപ്പും എന്നോടുള്ള അവരുടെ ആ ഒരു അഭിപ്രായവും എന്താ പറയാ ഒരു ഐക്യദാർഢ്യവും ഒക്കെ അവരെന്നോട് പ്രകടമാക്കിയത്. ഉറപ്പായിട്ടും ഇവിടെ പല വ്യാജ വാർത്തകളുടെയും ഇപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മ പോലും പറഞ്ഞപ്പോ ഇന്ന ചാനൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രസ്തുത ചാനൽ വ്യാജ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വരുമ്പോ തന്നെ ഏത് ചാനലാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങി. പേര് പരാമർശിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കൃത്യമായിട്ടും ഇന്ന ചാനലാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ അധപ്പതിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലും വലിയൊരു തിരിച്ചടി മാധ്യമരംഗത്ത് അവർക്ക് കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പക്ഷെ ഇതൊരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അവര് തന്നെ കുത്തിയ കുഴിയിൽ അവര് തന്നെ വീണു എന്ന് വേണം പറയാൻ. എന്തായാലും അതിജീവിത വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. അതിജീവിത എന്ന് ഞാൻ പറയുമ്പോൾ സാറിനൊന്നും തോന്നരുത്. നമ്മളിപ്പോ കൂടുതലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് അതിജീവിത എന്നുള്ളതായതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവാനാണ് അതിജീവിത എന്ന് പറയുന്ന വേർഡ് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നത്. പരാതിക്കാരി എന്ന് പറയണം. ഉറപ്പായിട്ടും കുറച്ചുനാൾ കോടതിയും മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും മെൻഷൻ ചെയ്തത് അത് തന്നെയാണ്. ഈ പേര് കംപ്ലൈനന്റ് എന്ന പേര് തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്. എനിക്ക് തോന്നുന്നു നമുക്കും അത് തന്നെ ഫോളോ ചെയ്യാം. ഈ പരാതിക്കാരിയായ ഒരു കാരണവശാലും ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. കാരണം തെറ്റുകൾ ആർക്കും പറ്റാം. അപ്പൊ അതുകൊണ്ട് കോടതിയുടെ കീഴിലായിരിക്കുന്ന ഒരു കേസിൽ കോടതി നിശ്ചയിക്കട്ടെ ആരാണ് അതിജീവിത, അല്ലെങ്കിൽ ആരാണ് പരാതിക്കാരി, ആരാണ് കുറ്റക്കാരി അല്ലെങ്കിൽ കുറ്റക്കാരനൊക്കെ കോടതി വിധിക്കട്ടെ. അതിന് മീഡിയ അതിന് മുന്നോട്ട് പോവാതെ അത് കോടതിക്ക് അത് നമുക്ക് വിട്ടുകൊടുക്കാം. ആ ഒരു സാവകാശം നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഇനിയും ഇതിന്റെ പേരിൽ ഞാൻ പീഡനം അനുഭവിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാം ഇതിനൊരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇപ്പോ വീണ്ടും? തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പം അത് സാറിനറിയാം, ഇപ്പൊ പറയാതിരിക്കുന്നതായിരിക്കും സാറല്ലേ നല്ലത്. നിയമ നടപടിയുമായിട്ട് നമ്മൾ പോകുന്നത് എങ്ങനെ ഏത് വിധത്തിൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതൊരു പോരാട്ടം തന്നെ ആവട്ടെ. നമ്മൾ ഇവിടെ നിന്നൊരു തുടക്കം കുറിക്കുകയാണ്. അതിജീവിത എന്ന പദം നമ്മൾ മാറ്റിവെക്കുന്നു. പരാതിക്കാരി എന്ന വീടിലേക്ക് നമ്മൾ ഈ ചാനൽ വഴി ഇതിന്റെ ഒരു തുടക്കം കുറിക്കുക കൂടിയാണ്. താങ്ക് യു സർ. താങ്ക് യു മാം. കൂടുതൽ വിശദം നന്ദി ഐശ്വര്യ. ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും ഞങ്ങളുടെ അഭിപ്രായം, കാരണം എനിക്ക് തോന്നുന്നു എന്നെ ഇത്ര തുറന്ന് എന്നോട് ചോദിച്ചതും എന്റെ ഒരു അഭിപ്രായവും എന്റെ സങ്കടവും എന്റെ വിഷമവും അതുപോലെ തന്നെ ഞാൻ പോയ വഴികളും ഒക്കെ ഒരു തിരിച്ചറിഞ്ഞ് എന്നോട് ഇത്ര ഓപ്പൺ ആയിട്ട് ഒരു ചർച്ച നടത്തുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായാലും ഐശ്വര്യക്ക് എന്റെ നന്ദിയും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ഞാൻ തരുന്നു. ഉറപ്പായിട്ടും മാം. എന്റെ അതേ അഭിപ്രായത്തിൽ തന്നെ ഏറ്റവും
കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയാണ് ഇവിടെ ഞങ്ങൾ. ഉറപ്പായിട്ടും മാമിനൊപ്പം ഉണ്ടാകും. അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ, യഥാർത്ഥ അതിജീവിതയ്ക്കൊപ്പം, വ്യാജ അതിജീവിതയ്ക്കൊപ്പം അല്ല. താങ്ക് യു മാം. ഓക്കെ സർ, നന്ദി, ഒത്തിരി നന്ദി സർ.